ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പ്രധാനമായും 3 കൂടിക്കാഴ്ചകളാണ് തീരുമാനിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര നിയമമന്ത്രി കപിൽ സിബലുമായുള്ള കൂടിക്കാഴ്ചയിൽ അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ശശി തരൂർ അറിയിച്ചു. ഞങ്ങളതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സംസാരിച്ച ശേഷം ലോ മന്ത്രി പറഞ്ഞു അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഒപ്പം ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു ഫൈനൽ പൊസിഷൻ ആവശ്യപ്പെടുന്നു. മലപ്പുറത്തെ ഇഫ്ലു ക്യാമ്പസുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിക്കാനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പല്ലം രാജുവിനെ കാണാൻ തീരുമാനിച്ചിരുന്നെങ്കിലും മന്ത്രിയുടെ രാജ്യസന്നദ്ധതയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി ശശി തരൂരിനെയും മാനവ വിഭവശേഷി സെക്രട്ടറിയെയും കണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ പിന്നോക്ക പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള സെൻ്ററുകൾ. അപ്പോൾ ആ ശുപാർശയുടെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം സംസ്ഥാന ഗവൺമെൻറ് വെച്ചതും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചതും. ഇപ്പോഴുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സിന് പുറമെ അടുത്ത അധ്യയന വർഷത്തിന് മുമ്പ് ഇംഗ്ലീഷ്, അറബി കോഴ്സുകൾ തുടങ്ങുമെന്ന് ഉറപ്പ് ലഭിച്ചതായി മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് അറിയിച്ചു. മുമ്പ് തന്നെ ഇംഗ്ലീഷും അറബിക്കും 2 ഭാഷകൾ സംബന്ധിച്ചുള്ള കോഴ്സുകളും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും ആരംഭിക്കാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള പാരിസ്ഥിതികാനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജയന്തി നടരാജനുമായുള്ള കൂടിക്കാഴ്ചയും തീരുമാനിച്ചിരുന്നു. എന്നാൽ മന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിക്കായില്ല. മീഡിയ 1 ന്യൂഡൽഹി.